ഹലോ കൂട്ടുകാരെ, നമുക്ക് അല്പം പി എസ് സി കൂടി പഠിച്ചു പോകാം. നമ്മൾ പി എസ് സിയുടെ ഒരു പങ്ക്തി നമ്മൾ തുടർന്ന് പോരുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ കേരളത്തിലെ ജില്ലകൾ രൂപീകൃതമായിട്ടുള്ള വർഷം, കഴിഞ്ഞ ദിവസം നമ്മൾ കേരളത്തിലെ ജില്ലകൾ 14 ജില്ലകൾ ഏതൊക്കെയാണെന്ന് നോക്കിയായിരുന്നു. തെക്ക് നിന്ന് വടക്കോട്ടുള്ള ക്രമത്തിൽ നമ്മൾ ജില്ലകൾ നോക്കിയായിരുന്നു. ഇന്ന് നമുക്ക് ജില്ലകൾ രൂപീകൃതമായ വർഷം നമുക്ക് നോക്കാം. ഏറ്റവും തെക്കേ അറ്റത്തെ ജില്ലയാണ് തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1. തിരുവനന്തപുരം ജില്ല രൂപീകൃതമായത് 1949 ജൂലൈ 1. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള ജില്ലയാണ് തിരുവനന്തപുരം ജില്ല. തിരുവനന്തപുരം ജില്ല രൂപീകൃതമായ വർഷം 1949 ജൂലൈ 1. ഇനി രണ്ടാമത്തെ ജില്ലയായിട്ട് വരുന്നത് കൊല്ലം. കൊല്ലം ജില്ലയും രൂപീകൃതമായത് 1949 ജൂലൈ 1. അപ്പോൾ കൊല്ലം ജില്ലയും തിരുവനന്തപുരം ജില്ലയും രൂപീകൃതമായിട്ടുള്ളത് ഒരേ വർഷം തന്നെയാണ്. 1949 ജൂലൈ, ഒരേ വർഷം ഒരേ തീയതിയിലാണ്. അപ്പോൾ രണ്ട് ജില്ലകളും ഒരുമിച്ചാണ് രൂപീകൃതമായിട്ടുള്ളത്. ഏതൊക്കെയാണ്? തിരുവനന്തപുരവും കൊല്ലവും. തിരുവനന്തപുരം ജില്ലയും കൊല്ലം ജില്ലയും രൂപീകരിക്കപ്പെട്ട വർഷമാണ് 1949 ജൂലൈ 1. ഇനി നമ്മൾ തെക്ക് നിന്ന് നമ്മൾ പറഞ്ഞു പോരുന്നത് തിരുവനന്തപുരം, കൊല്ലം. അടുത്തായിട്ട് മൂന്നാമതായിട്ട് വരുന്ന പത്തനംതിട്ട ജില്ല. പത്തനംതിട്ട ജില്ല രൂപീകരിച്ചത് 1982 നവംബർ 1. പത്തനംതിട്ട ജില്ല രൂപീകരിക്കപ്പെട്ടത് 1982 നവംബർ 1. പത്തനംതിട്ട കഴിഞ്ഞ് വരുന്നതാണ് ആലപ്പുഴ. ആലപ്പുഴ ജില്ല രൂപീകരിക്കപ്പെട്ടത് 1957 ഓഗസ്റ്റ് മാസം 17. ഓഗസ്റ്റ് 17. അപ്പം നമുക്ക് 4 ജില്ലകൾ രൂപീകരിച്ച വർഷം മാത്രം പഠിക്കാം. ഈ 14 ജില്ലകൾ ഒരുമിച്ച് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വർഷം മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പം തിരുവനന്തപുരവും കൊല്ലവും രൂപീകരിച്ച വർഷം 1949 ജൂലൈ 1. 1949 ജൂലൈ 1 തിരുവനന്തപുരവും കൊല്ലവും രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. പത്തനംതിട്ട രൂപീകരിച്ച വർഷം 1982 നവംബർ 1. 1982 നവംബർ 1. ആലപ്പുഴ ജില്ല രൂപീകരിച്ചത് 1957 ഓഗസ്റ്റ് 17. അപ്പം നമ്മൾ ഏതൊക്കെ ജില്ല പഠിച്ചു? തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ. തിരുവനന്തപുരവും കൊല്ലവും 1949 ജൂലൈ 1. പത്തനംതിട്ട 1982 നവംബർ 1. ആലപ്പുഴ 1957 ഓഗസ്റ്റ് 17. അപ്പോൾ ബാക്കി ജില്ലകൾ നമുക്ക് അടുത്ത ദിവസം പഠിക്കാം. ബൈ ബൈ. ഓക്കെ.